യേശുവേ ശുഭ്രമാമോദയ നക്ഷത്രം നീ, ആദ്യനും അന്ത്യനും നീ യേശുവേ ശുഭ്രമാമോദയ നക്ഷത്രം നീ. ആശ്രയിക്കും ഞങ്ങൾ, ആരാധിക്കും ആനന്ദിക്കും ആമോദത്താൽ സന്നിധിയിൽ. ആശ്രയിക്കും ഞങ്ങൾ, ആരാധിക്കും ആനന്ദിക്കും ആമോദത്താൽ സന്നിധിയിൽ. വചനം ധ്യാനമോടെ ഞങ്ങൾ കാത്തിരിപ്പൂ. അരുളണമേ നിൻ വചനം ധ്യാനമോടെ ഞങ്ങൾ കാത്തിരിപ്പൂ. അർപ്പണം ചെയ്യുന്നു നിൻ പാദത്തിൽ, വെളിച്ചം ഞങ്ങൾക്ക് നിൻ മൊഴികൾ. അർപ്പണം ചെയ്യുന്നു നിൻ പാദത്തിൽ, വെളിച്ചം ഞങ്ങൾക്ക് നിൻ മൊഴികൾ. ആശ്രയിക്കും ഞങ്ങൾ, ആരാധിക്കും ആനന്ദിക്കും ആമോദത്താൽ സന്നിധിയിൽ. ആശ്രയിക്കും ഞങ്ങൾ, ആരാധിക്കും ആനന്ദിക്കും ആമോദത്താൽ സന്നിധിയിൽ. ദുരിതക്കടലിൽ അലയും ജനതയ്ക്കും ആലംബഹീന അശരണക്കും. ദുരിതക്കടലിൽ അലയും ജനതയ്ക്കും ആലംബഹീന അശരണക്കും. ആയിരം പൂക്കൾ വിരിക്കും നാഥനെ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും. ആയിരം പൂക്കൾ വിരിക്കും നാഥനെ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും. ആശ്രയിക്കും ഞങ്ങൾ, ആരാധിക്കും ആനന്ദിക്കും ആമോദത്താൽ സന്നിധിയിൽ. ആശ്രയിക്കും ഞങ്ങൾ, ആരാധിക്കും ആനന്ദിക്കും ആമോദത്താൽ സന്നിധിയിൽ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വന്യ നാമത്തിൽ മീഡിയ മിഷൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ ഒരു പ്രാവശ്യം കൂടെ പ്രകാശിപ്പിക്കുന്നു. യേശുക്രിസ്തു ശുഭ്രമായ ഉദയ നക്ഷത്രം, ജീസസ് ക്രൈസ്റ്റ് ദ ബ്രൈറ്റ് മോർണിംഗ് സ്റ്റാർ എന്നുള്ള ഈ ബൈബിൾ ക്ലാസ് കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ശ്രവിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുകയും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവകൃപ നൽകുകയും ചെയ്തതിൽ എല്ലാ സ്തുതിയും പുകഴ്ചയും രാജാതി രാജാവിന്, കർത്താതി കർത്താവിന് അർപ്പിക്കുന്നു. ഈ പുതിയ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു ശുഭ്രമായ ഉദയ നക്ഷത്രം എന്നുള്ള നമ്മുടെ തീം, നമ്മുടെ പഠന വിഷയം, യേശുക്രിസ്തുവിനെ കൂടുതൽ അറിയുവാൻ, അനുഭവിക്കുവാൻ, യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷകനായി സ്വീകരിക്കുവാൻ, യേശുവിനോട് ഒരുമിച്ച് നടക്കുവാൻ പുതിയ ഒരു നിയോഗം തരുന്ന ബൈബിൾ ക്ലാസ്സുകൾ ആണ് എന്ന് നിങ്ങൾ ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ക്രിസ്തുവിനെ കൂടുതലായി അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത്. വിശുദ്ധ പൗലോസ് തൻ്റെ ശുശ്രൂഷയുടെ അവസാന കാലത്തും അതുതന്നെയാണ് ആഗ്രഹിച്ചത്. എനിക്ക് യേശുവിനെ
കുറെ കൂടെ അനുഭവിച്ച് അറിയണം. ഇത് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയായിരിക്കണം. ഓരോ ദിവസവും യേശുവിനെ കൂടുതലായി അറിയുവാൻ, യേശുവിനോട് കൂടെ നടക്കുവാൻ, യേശുവിൻ്റെ വചനങ്ങൾ കുറെ കൂടെ ശ്രദ്ധിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഒരു നിയോഗം ഉണ്ടാകേണ്ടതുണ്ട്. യേശു വളരെ സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാൻ എഴുതിയ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് ക്രിസ്തുവിനെക്കുറിച്ച് കുറെ കൂടെ ആഴമായി പഠിക്കുവാനുള്ള നിയോഗങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ വളരെ മനോഹരമായി യോഹന്നാൻ അവതരിപ്പിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഒരൊറ്റ സുവിശേഷം, എന്നാൽ ആ സുവിശേഷത്തിന് 4 ലേഖകന്മാർ അവർക്ക് ദൈവം കൊടുത്ത നിയോഗത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം അവർ എഴുതി. ഒരു സുവിശേഷം 4 എഴുത്തുകാർ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. എന്നാൽ ആദ്യത്തെ 3 പേരിൽ നിന്നും വളരെ വ്യത്യസ്തവും മനോഹരമായി യോഹന്നാൻ എഴുതിയിട്ടുണ്ട് എന്നത് ബൈബിൾ പഠിക്കുന്നവർക്ക് വളരെ ശ്രദ്ധേയമായി അനുഭവപ്പെടാം. ആ രചനയുടെ സവിശേഷതകൾ നമുക്ക് 1-ാം അധ്യായത്തിൽ തന്നെ ദർശിക്കാവുന്നതാണ്. യേശു ക്രിസ്തുവിനെ എങ്ങനെയാണ് യോഹന്നാൻ അവതരിപ്പിച്ചിരിക്കുന്നത്? 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവം ആയിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. വെളിച്ചമായ ക്രിസ്തുവിനെ വളരെ മനോഹരമായി യോഹന്നാൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം സൃഷ്ടിയുടെ ചരിത്രം നാം വായിച്ചു വരുമ്പോൾ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു. പാഴും ശൂന്യമായ ഭൂമിയിൽ അവിടെ വെള്ളത്തിന്മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയരെ, സൃഷ്ടിയുടെ 1-ാം ദിവസം ദൈവം സൃഷ്ടിച്ചത് വെളിച്ചത്തെ ആയിരുന്നു. ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. അടുത്ത ദിവസങ്ങളിൽ ദൈവം സൃഷ്ടിച്ച ഏറ്റവും മനോഹരമായ, കാണാൻ കൊള്ളാവുന്ന, വൈവിധ്യമാർന്ന, വിവിധ വർണ്ണങ്ങളോട് കൂടിയ, ചലനാത്മകമായ എല്ലാ സൃഷ്ടിയെയും തിരിച്ചറിയുവാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടിയാണ് ദൈവം ആദ്യ ദിവസം നിർമ്മിച്ചത് എന്ന് നാം വായിക്കുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും ദൈവം സൃഷ്ടിച്ച വൈവിധ്യമാർന്ന വസ്തുക്കളിൽ, ചലനങ്ങളിൽ, ചലനം ഉള്ളതിലും ചലനം ഇല്ലാത്തതിലും അതിലെല്ലാം ഒരു തിരിച്ചറിവ് നൽകുന്നതാണ് വെളിച്ചം. ദൈവം വെളിച്ചത്തെ നിർമ്മിച്ചതുകൊണ്ടാണ് പകലിനെ രാവിലെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത്. ദൈവം വെളിച്ചം നിർമ്മിച്ചതുകൊണ്ടാണ് വർണ്ണങ്ങളെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത്. ദൈവം വെളിച്ചം നിർമ്മിച്ചതുകൊണ്ടാണ് മരങ്ങളെ, പൂക്കളെ ഒക്കെ തിരിച്ചറിയുവാൻ കഴിയുന്നത്. അഥവാ വെളിച്ചം തിരിച്ചറിവിന് നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ യേശുക്രിസ്തുവിനെ യോഹന്നാൻ വെളിച്ചമായി അവതരിപ്പിക്കുമ്പോൾ, യേശുക്രിസ്തു സത്യ വെളിച്ചമാണ്. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ചുള്ള തിരിച്ചറിവ്, തെറ്റ് ഏത്, ശരി ഏത് എന്നുള്ള തിരിച്ചറിവ് നമ്മിൽ പകരുന്നത് ഈ സത്യ വെളിച്ചമായ യേശുക്രിസ്തുവാണ്. ഇവിടെ യോഹന്നാൻ പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായി തീർന്നു എന്ന് നാം വായിക്കുന്നു. യേശുക്രിസ്തു മാനവ കുലത്തിനു വേണ്ടി വെളിച്ചമായി അവതരിക്കുകയാണ്. പാപം നിറഞ്ഞ, ദുഷ്ടപിശാച് അവകാശം പറഞ്ഞ, ഇത് എൻ്റേതെന്ന് അവൻ മുദ്ര കുത്തിയ ഈ ഭൂമിയിലേക്ക്, അതെ, ദൈവം നിർമ്മിച്ച, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവം നിർമ്മിച്ച ഈ ഭൂമി ദുഷ്ടപിശാച് അതിനെ സ്വന്തമാക്കുവാൻ ശ്രമിക്കുമ്പോൾ, ശ്രദ്ധിക്കണമേ, യേശു അവിടേക്ക് വെളിച്ചമായി വരികയാണ്.
ദുഷ്ടപിശാച് അവൻ എല്ലായിടത്തും ഇരുള് വ്യാപരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. കുടുംബങ്ങളിൽ, രാജ്യങ്ങളിൽ, വ്യക്തികളിൽ, പുതിയ തലമുറകളിൽ അത് തകരുവാൻ ഇരുട്ടിനെ വ്യാപരിപ്പിക്കുന്നതാണ് ദുഷ്ടപിശാചിൻ്റെ എല്ലാ പ്രവൃത്തികളും. മരണത്തെ, ഭയത്തെ, പരസ്പരമുള്ള കലഹത്തെ, ലഹരിക്ക് അടിമയാക്കുക, ഇങ്ങനെയുള്ള എല്ലാ ഏറ്റവും മോശമായ പ്രവർത്തന ശൈലിയിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് ദുഷ്ടപിശാചാണ്. അത് മുഴുവൻ ഇരുള് നിറയ്ക്കുന്നതാണ്, ഇരുട്ടിൻ്റെ ആധിപത്യ ശക്തികളാണ്. എന്നാൽ നാം ഇവിടെ വായിക്കുന്നു, യേശു ക്രിസ്തു ആ മനുഷ്യരുടെ ഇടയിലേക്ക് പരസ്പരം കലഹിച്ചുകൊണ്ടിരുന്ന, ദുഷ്ടൻ അവകാശം പറഞ്ഞ ആ ഭൂമിയിലേക്ക് വെളിച്ചമായി യേശു അവതരിച്ചു എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. യേശു ക്രിസ്തുവാകുന്ന സത്യ വെളിച്ചം ഈ ഭൂമിയിൽ ഇരുട്ടിൽ ദുഷ്ടപിശാച് ആധിപത്യം പറഞ്ഞ രാജ്യങ്ങളിൽ, കുടുംബങ്ങളിൽ, ദേശങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടേക്ക് യേശു വെളിച്ചമായി അവതരിക്കുകയാണ്. പ്രിയരെ, ഇന്ന് ഈ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അനിവാര്യമായിരിക്കുന്നത് സത്യ വെളിച്ചമായ യേശു ക്രിസ്തുവിനെയാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബങ്ങളിൽ, നാം പാർക്കുന്ന ദേശത്ത്, നമ്മുടെ രാജ്യങ്ങളിൽ ഏറ്റവും അനിവാര്യമായിരിക്കുന്നത് വെളിച്ചമാണ്. ഇവിടെയുള്ള ഇലക്ട്രിസിറ്റി പവർ കൊണ്ട് ലഭ്യമാകുന്ന ഒരു വെളിച്ചത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഒരു ആത്മീയ വെളിച്ചത്തെക്കുറിച്ചാണ്, ഒരു ദീർഘമായ കാഴ്ചപ്പാടിനെ കുറിച്ചാണ്, ഒരു ആന്തരിക രൂപാന്തരത്തെക്കുറിച്ചാണ്. സ്നേഹിക്കുവാൻ, ക്ഷമിക്കുവാൻ, സഹിക്കുവാൻ, വഹിക്കുവാൻ ഒക്കെ നമ്മെ സഹായിക്കുന്ന ക്രിസ്തുവാകുന്ന സത്യ വെളിച്ചത്തെ കുറെ കൂടെ അനുഭവിക്കുവാൻ നിങ്ങളിൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എത്രയോ കുടുംബങ്ങൾ ദുഷ്ടപിശാചിൻ്റെ അധീനതയിലാണ്. കുടുംബങ്ങളിൽ അവൻ ഇരുട്ട് നിറയ്ക്കുകയാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ, കലഹം വർദ്ധിക്കുമ്പോൾ, മദ്യത്തിന്, മയക്കുമരുന്നിന് ആളുകൾ അടിമപ്പെടുമ്പോൾ, പുതിയ തലമുറ ലഹരിയിലേക്ക് പോകുമ്പോൾ, അച്ഛനും അമ്മയും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുമ്പോൾ എത്രയെത്ര കുടുംബങ്ങൾ തകർന്നു പോകുകയാണ്. ഏറ്റവും മനോഹരമായ വീടുകൾ അവർ നിർമ്മിച്ചിട്ടുണ്ട്, ഏറ്റവും മനോഹരമായ വാഹനങ്ങളിൽ അവർ യാത്ര ചെയ്യുന്നുണ്ട്, ഒരുപക്ഷെ നല്ല ശമ്പളം അവർക്ക് ലഭ്യമാകുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ സമാധാനമില്ല, കുടുംബത്തിൽ ആനന്ദമില്ല. 1 മണിക്കൂർ 2 മണിക്കൂർ ഒന്ന് ഉറങ്ങിയാൽ കൊള്ളാമായിരുന്നു എന്ന് മനുഷ്യൻ ആശിക്കുകയാണ്. ദുഷ്ടപിശാച് കുടുംബങ്ങളിൽ തകർച്ച, ഇരുട്ട് അവൻ പരത്തുമ്പോൾ ശ്രദ്ധിക്കുക, യേശു ഒരു ഭവനത്തിലേക്ക് പരത്തുന്നത് പ്രകാശമാണ്. യേശു ഒരു വ്യക്തിക്ക് വെളിച്ചം നൽകുകയാണ്. സ്നേഹിത, ശുഭ്രമായ ഉദയ നക്ഷത്രമായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ വീട്ടിൽ എത്ര വലിയ ആനന്ദമാണ് ഉണ്ടാകുന്നത്, കുഞ്ഞുങ്ങളിൽ എത്രയധികം സന്തോഷമാണ് ഉണ്ടാകുന്നത്. എപ്പോഴും ഇരുട്ടും വെളിച്ചവും തമ്മിൽ ഒരു പോരാട്ടമുണ്ട്, ഒരു യുദ്ധമുണ്ട്. നാം ഒരുപാട് യുദ്ധങ്ങളെക്കുറിച്ച് ചരിത്ര പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. 1-ാം ലോകമഹായുദ്ധമെന്നോ കുരിശ് യുദ്ധമെന്നൊക്കെ പേരിട്ടിരിക്കുന്ന എത്രയെത്ര യുദ്ധങ്ങളുടെ ചരിത്രം നാം വായിക്കുന്നുണ്ട്. പ്രിയരെ, ഈ യുദ്ധങ്ങളെല്ലാം അതെത്ര വർഷങ്ങൾ എടുത്താലും, എത്ര മണിക്കൂറുകൾ എടുത്താലും, എത്ര നാളുകൾ എടുത്താലും ആ യുദ്ധങ്ങളെല്ലാം അവസാനിക്കുന്നുണ്ട്. ഒരുപക്ഷെ യുദ്ധത്തിൻ്റെ വിജയമോ പരാജയമോ മാറി മാറിയൊക്കെ വരാറുണ്ട്. എന്നാൽ ലോകത്തിൽ ഏറ്റവും ദൈർഘ്യമായിട്ടുള്ള യുദ്ധം എന്ന് പറയുന്നത് ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള യുദ്ധമാണ്. എവിടെയും എപ്പോഴും തുടരുന്ന ഒരു യുദ്ധം എന്ന് പറയുന്നത് ഇരുളും വെളിച്ചവും തമ്മിലുള്ള യുദ്ധമാണ്. എന്നാൽ ഈ യുദ്ധത്തിൻ്റെ പ്രത്യേകത എല്ലാ സമയത്തും ഒരേ കക്ഷി മാത്രം ജയിക്കുന്നു എന്നുള്ളതാണ്. അഥവാ ജയിക്കുന്നത് വെളിച്ചമാണ്. എത്ര കൂരിരുട്ട് ആണെങ്കിലും അതിനെ അതിജീവിക്കുവാൻ വെളിച്ചത്തിൻ്റെ പ്രകാശ വീജികൾക്ക് കഴിയുന്നു. ഇരുട്ട് എത്ര ഘനമേറിയതാകട്ടെ, എവിടെയൊക്കെ ആഴമായി ഇരുട്ട് വ്യാപരിച്ചു എന്നിരിക്കട്ടെ, എന്നാൽ അതിൻ്റെ ആ ശക്തിയെ അതിജീവിക്കുവാൻ, ഇരുട്ടിനെ ഇല്ലാതാക്കുവാൻ
ഒരു മിന്നാമിനുങ്ങിൻ്റെ വെട്ടം മതി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ചെറിയ പ്രകാശം മതി, ഒരു ചെറിയ നക്ഷത്രം മതി. എത്രയോ ഇരുട്ടിൻ്റെ ശക്തിയെ അതിജീവിച്ച് പ്രകാശം പരത്തുവാൻ കഴിയുമതിന്. അഥവാ എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുന്ന ശക്തി വെളിച്ചം തന്നെയാണ്. ഇവിടെയും നാം വായിക്കുന്നത്, അവനിൽ ജീവനുണ്ടായിരുന്നു, യേശുവിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായി ഈ ഭൂമിയിലേക്ക് വന്നു. എന്നാൽ സത്യ വെളിച്ചമായ യേശു ക്രിസ്തു പ്രകാശമായി വെളിച്ചമായി ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അതിനെ തടയുവാൻ, യേശുവിനെ തകർത്ത് കളയുവാൻ ദുഷ്ടശക്തികൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതാണ് ഭക്തൻ ഇവിടെ എഴുതിയിരിക്കുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. സത്യ വെളിച്ചമായ യേശു ക്രിസ്തുവിനെ പിടിച്ചടക്കുവാൻ, യേശുവിനെ തകർത്ത് കളയുവാൻ, യേശുവിനെ ഇല്ലായ്മ ചെയ്യുവാൻ ഇരുട്ടിന്റെ ശക്തികൾ ശ്രമിച്ചു. എന്നാൽ ജയിച്ചത് യേശു ക്രിസ്തുവാകുന്ന സത്യ വെളിച്ചം തന്നെയായിരുന്നു. പ്രിയരെ, യേശു ക്രിസ്തുവിന്റെ ജനനം മുതൽ നാം വായിക്കുന്നത്, യേശു ക്രിസ്തുവിനെ ഇല്ലാതാക്കുവാൻ, അവന്റെ ജനനത്തിൽ അവന് നല്ല ഒരു ജന്മം ലഭിക്കുവാൻ പോലും അനുവാദമില്ലാതെ എല്ലാ വാതിലുകളും അവന്റെ അമ്മയായ മറിയയ്ക്ക് എതിരെ അടിച്ചു കളഞ്ഞു. ആ സ്ത്രീക്ക് ഒരു സുഖപ്രസവം ലഭ്യമാകാതെ എല്ലാ വാതിലുകളും അടച്ചു കളഞ്ഞു. വഴിയമ്പലം, റെന്റഡ് റൂംസ് പോലും യേശു ക്രിസ്തുവിന് ലഭ്യമായില്ല, അല്ലെങ്കിൽ മറിയയ്ക്ക് ലഭ്യമായില്ല എന്ന് നമ്മൾ വായിക്കണം. യേശു ജനിച്ചത് വഴിയോരത്തായിരുന്നു. വഴിയോരത്ത് ജനിച്ച യേശു ക്രിസ്തുവിനെയാണ് ഒരു പുൽത്തൊട്ടിയിൽ കിടത്തുന്നത്. പ്രിയരെ, ജനനത്തിങ്കൽ പോലും യേശു ക്രിസ്തുവിന് മനോഹരമായ ഒരു സാഹചര്യം ലഭ്യമായില്ല എന്ന് നാം മനസ്സിലാക്കണം. യേശു ജനിച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ ഹെരോദ രാജാവ് അവനെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചു. രാജ്യത്തിലെ എത്രയോ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി യേശുവിനെ ഇല്ലാതാക്കുവാൻ. ശ്രദ്ധിക്കണമേ, ഇവിടെ വചനം പറയുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. യേശുവിനെ പിടിച്ചടക്കുവാൻ, അവന്റെ ജന്മത്തിലെ അവനെ ഇല്ലാതാക്കുവാൻ ദുഷ്ടൻ പരിശ്രമിച്ചുവെങ്കിലും ജയിക്കാൻ കഴിഞ്ഞില്ല. കാരണം അത്യുന്നതനായ ദൈവത്തിൻ്റെ ഓമനപുത്രനായ യേശു ക്രിസ്തു സത്യ വെളിച്ചമായി ഈ ഭൂമിയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. പ്രിയരെ, ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് യേശു ക്രിസ്തുവിന് ഒരു പദ്ധതിയുണ്ട്. ദുഷ്ടപിശാച് മുദ്രയിടുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വ്യക്തികളിൽ, ഓരോ ജീവിതങ്ങളിൽ ഇത് എൻ്റേതെന്ന് പറഞ്ഞ് തകർക്കുവാൻ ദുഷ്ടപിശാച് മുദ്രയിടുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ, നിങ്ങളുടെ ആഗ്രഹം യേശുവിനെ നാഥനായി സ്വീകരിക്കുവാൻ നിങ്ങൾ അതിന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ശ്രദ്ധിക്കണമേ, സത്യ വെളിച്ചമായ യേശു നിങ്ങളിൽ പ്രകാശിക്കും. ക്രിസ്തു ഒരുവനിൽ വന്നു കഴിഞ്ഞാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, ഒരു പുതിയ ജീവിതമാണ്. അവൻ ജീവന്റെ പുതുക്കത്തിൽ നടക്കുകയാണ്. ഒരിക്കലും ഇരുളിന് എന്നെയോ നിങ്ങളെയോ അവകാശമാക്കുവാൻ കഴിയത്തില്ല. സ്നേഹിത, നിന്റെ ജീവിതം പ്രകാശപൂരിതമാകുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? നിങ്ങളുടെ കുടുംബം ആനന്ദപൂർവ്വമാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് യേശുവിനോട്, യേശുവേ, സത്യ വെളിച്ചമായ അങ്ങ് എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. സത്യ വെളിച്ചമായ യേശു എൻ്റെ കുടുംബത്തിൽ പ്രകാശിക്കണമേ. സത്യ വെളിച്ചമായ യേശു എൻ്റെ രാജ്യത്ത്, എൻ്റെ ദേശത്ത് പ്രകാശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇരുളിൻ്റെ ശക്തിക്ക് ഒരിക്കലും എന്നെയോ നിങ്ങളെയോ പിടിച്ചടക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ ആഗ്രഹം, നമ്മുടെ തീരുമാനം അത് യേശുവിനോട് പറഞ്ഞു കഴിയുമ്പോൾ യേശു അതിൻ്റെ മേൽ നമുക്ക് ജയം നൽകുകയാണ്. പലപ്പോഴും മനുഷ്യന് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അവൻ പറയുന്നത് എനിക്ക് കഴിയുന്നില്ല. പുകവലി നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. കുടുംബത്തിലെ വഴക്കുകൾ അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. നന്നായി ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, കഴിയുന്നില്ല. ഒരിക്കലും മനുഷ്യന് തനിയെ അതിന് സാധ്യമല്ല. എന്നാൽ യേശു നിങ്ങളുടെ കരങ്ങൾക്ക് പിടിക്കുമ്പോൾ, സ്നേഹിത, യേശു നിങ്ങളുടെ ഹൃദയത്തിൽ നാഥനായി വന്നു കഴിയുമ്പോൾ യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയുമെന്ന് തിരിച്ചറിയുക. ഇരുള് കുടുംബത്തിൽ, വ്യക്തികളിൽ, ദേശത്ത് പടരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതിനെ ജയിക്കുവാൻ കഴിയും. ഹെരോദ രാജാവ് യേശുവിനെ പിടിച്ചടക്കുവാൻ ശ്രമിച്ചുവെങ്കിലും, യേശുവിനെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചു എങ്കിലും, ഉയരത്തിലെ പിതാവിന്റെ പദ്ധതി യേശു ക്രിസ്തുവിന്റെ മേൽ ഉള്ളതുകൊണ്ട് ദുഷ്ടപിശാചിന്, ഹെരോദ രാജാവിന്
അന്നത്തെ മഹാപുരോഹിതന്മാർക്ക്, ശാസ്ത്രിമാർക്ക് അതിന് കഴിഞ്ഞില്ല. ആ കുഞ്ഞ് വളർന്നുകൊണ്ടേയിരുന്നു. നാം പിന്നീട് വായിക്കുന്നത് ഹെരോദ രാജാവ് മരിച്ച ശേഷമുള്ള സംഭവങ്ങളാണ് പിന്നീട് വായിക്കുന്നത്. യേശുവിനെ വളർത്തുകയില്ല, അവനിനി ജീവിക്കത്തില്ല, അവന് മേൽ ഒരു ശുശ്രൂഷയില്ല എന്ന് ഉള്ള ആധിപത്യ ശക്തി, ആ കൽപ്പന, അത് എവിടെ നിന്ന് പുറപ്പെട്ടോ പുറപ്പെട്ട ആ ശക്തി അത് ഇല്ലാതെയായി. എന്തുകൊണ്ട്? സത്യ വെളിച്ചമായ യേശുവിൻ്റെ മേൽ പിതാവായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ട്. സ്നേഹിത, ബൈബിൾ ഇങ്ങനെ പറയുന്നു, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. അതെ, പിതാവാം ദൈവം, അവൻ വെളിച്ചങ്ങളുടെ ദൈവമാണ്. സകലത്തെയും നിർമ്മിച്ച ദൈവം, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നിർമ്മിച്ച ദൈവം, അവിടുന്ന് പ്രകാശപൂരിതനായ, പ്രകാശത്തെ അയക്കുന്ന, പ്രകാശം നൽകുന്ന വെളിച്ചങ്ങളുടെ പിതാവാണ്. സ്നേഹിതരെ, ആ വെളിച്ചത്തിൻ്റെ പിതാവ് നമുക്ക് നൽകിയ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദാനമാണ് യേശു ക്രിസ്തു എന്ന ശുഭ്രമായ ഉദയ നക്ഷത്രം. ആ ഉദയ നക്ഷത്രം നമ്മുടെ ജീവിതത്തിൽ പ്രകാശിക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ പ്രകാശിക്കുമ്പോൾ, നമ്മുടെ രാജ്യത്ത് പ്രകാശിക്കുമ്പോൾ അവിടെ അസമാധാനങ്ങൾ മാറുകയാണ്, അസന്തുഷ്ടി മാറുകയാണ്, പ്രശ്നങ്ങൾ മാറുകയാണ്. അവിടെ പ്രകാശം ഒരു പുതിയ ആനന്ദത്തിലേക്ക്, ഒരു പുതിയ സൗഭാഗ്യത്തിലേക്ക് നമ്മെ നയിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഉയരത്തിലെ വെളിച്ചങ്ങളുടെ പിതാവിൻ്റെ ഏറ്റവും മനോഹരമായ, ശ്രേഷ്ഠകരമായ യേശുക്രിസ്തു എന്ന ആ മഹത്വമേറിയ ദാനത്തെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, കുടുംബത്തിൽ, ദേശത്തിൽ എപ്പോഴും ഉണ്ടെങ്കിൽ അതെത്ര മനോഹരമായിരുന്നു. നിങ്ങളുടെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ ആഗ്രഹമുണ്ടോ, എൻ്റെ ജീവിതത്തിലേക്ക് യേശു വെളിച്ചമായി വരണം? ഇരുളിൻ്റെ ആധിപത്യ ശക്തികൾ എന്നെ ചിലപ്പോഴൊക്കെ അലട്ടുന്നുണ്ട്, എൻ്റെ കുടുംബത്തെ അലട്ടുന്നുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ അലട്ടുന്നുണ്ട്. എനിക്ക് അതിജീവിക്കുവാൻ കഴിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ട് എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ, സ്നേഹിതരെ, നിങ്ങളുടെ ഹൃദയത്തെ തട്ടി ആ യേശുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ജീവിതം പ്രകാശപൂരിതമായി തീരുവാൻ, യേശുവിൻ്റെ കൈപിടിച്ച് നടക്കുവാൻ, ഒരു പുതിയ ആനന്ദത്തിന് വേണ്ടി, സൗഭാഗ്യത്തിന് വേണ്ടി യേശുവിൻ്റെ അരികിലേക്ക് വരിക. വചനം പറയുന്ന പോലെ ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഇന്ന് നിങ്ങളെ ഗ്രസിക്കുന്ന, നിങ്ങളിന്മേൽ വാടുന്ന എല്ലാ ശക്തികളുടെ മേൽ ജയം തരുന്ന യേശുവിൻ്റെ നാമത്തെ സ്വീകരിക്കുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ദുഷ്ടപിശാച് നമ്മിൽ തകർച്ച നിറയ്ക്കുമ്പോൾ, കുടുംബങ്ങളിൽ പ്രശ്നം നിറയ്ക്കുമ്പോൾ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ, കുഞ്ഞുങ്ങളോടുള്ള പെരുമാറ്റത്തിൽ, കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിങ്ങൾ പകച്ചു നിൽക്കുമ്പോൾ, ഞാൻ നിങ്ങളുടെ ഹൃദയം തട്ടി പറയുന്നു, യേശുവിന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയും. ജീവിതത്തിലെ ഏത് പ്രശ്നമാകട്ടെ, അത് അസാധ്യമെന്ന് ആരൊക്കെ പറഞ്ഞു എന്നിരിക്കട്ടെ, ഒരുപക്ഷെ നിങ്ങളുടെ ശരീരത്തെ ഗ്രസിക്കുന്ന രോഗമായിരിക്കാം, രോഗബാധിതമായ മനസ്സായിരിക്കാം, ആന്തരിക അവയവങ്ങളായിരിക്കാം, ശരീരവും മനസ്സും ഒക്കെ ഒരുപോലെ വേദനിച്ചിരിക്കാം. നിങ്ങൾ ചിരിച്ചിട്ട് ഒരുപാട് നാളായിരിക്കാം. നിങ്ങളുടെ കുടുംബത്തിൽ ആനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ ഉണ്ടായിട്ട് ഒരുപാട് നാളുകളായിരിക്കാം. പക്ഷേ ഈ മനോഹരമായ നിമിഷങ്ങളിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, യേശുവിൻ്റെ അരികിലേക്ക് വരിക. അവിടുന്ന് പറയുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. അത് സ്നേഹിത, ലോകം തരുന്ന സമാധാനം, ലോകം തരുന്ന സന്തോഷം അത് നൈമിഷികമാണ്. ലഹരി വസ്തുക്കളിലൂടെ, മറ്റു പ്രതാപങ്ങളിലൂടെ ദുഷ്ടപിശാച് തരുന്ന സന്തോഷം അത് വളരെ നൈമിഷികമാണ്, അത് വേഗം തീർന്നു പോകും. എന്നാൽ യേശു തരുന്ന സമാധാനം അത് ലോകം തരുന്നത് പോലെയല്ല. സൂര്യപ്രകാശം അത് കാലത്തെ അതിജീവിച്ച് അത് എല്ലാ മേഖലകളിലേക്ക് പടരുന്നത് പോലെ, എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളിലേക്കും അതിനെ അതിജീവിച്ചുകൊണ്ട് പടരുന്ന പോലെ യേശു ക്രിസ്തു എന്ന ശുഭ്രമായ ഉദയ നക്ഷത്രം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ ആനന്ദമായി, ഒരു പുതിയ സൗഭാഗ്യമായിട്ട് വരികയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് നിങ്ങൾ വരുമോ? നിങ്ങൾ ഇന്നെടുക്കുന്ന ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വരുന്ന നാളുകളെ, നല്ല ഭാവിയെ, നിത്യതയെ അത് നിർണയിക്കുന്നതാണ്. ഒരു നിമിഷത്തെ പ്രാർത്ഥന
അത് നിങ്ങളുടെ വിധി നിർണയിക്കുന്നതാണ്. അതെ, എൻ്റെ ജീവിതം പ്രശ്നകലുഷിതമാണ്, വേദനകൾ നിറഞ്ഞതാണ്, ഭാരങ്ങൾ നിറഞ്ഞതാണ്. ചിലപ്പോൾ പ്രശ്നങ്ങളിൽ നിന്ന് എനിക്ക് ജയിക്കുവാൻ കഴിയുന്നില്ല. യേശുനാഥനെ എനിക്ക് നാഥനായി എൻ്റെ കർത്താവായി വേണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, ഏറെ വൈഷമ്യമുള്ള ജീവിത അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നവരായിരിക്കാം. പക്ഷേ ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരിക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമായി തീരണമെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം കർത്താവിൻ്റെ പാദപീഠത്തിൽ ഹൃദയങ്ങളെ സമർപ്പിക്കുക. ഉള്ളം കൊണ്ട് പ്രാർത്ഥിക്കുക. യേശുവാകുന്ന സത്യ വെളിച്ചം എന്നിൽ ഉദിക്കണമേ എന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അവനൊരു സമാധാനം നിങ്ങൾക്ക് നൽകുവാൻ പോകുകയാണ്, ഒരു പ്രത്യേക അനുഗ്രഹം നൽകുവാൻ പോകുകയാണ്. നമുക്കൊരുമിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. അത്യുന്നതനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ മനോഹരമായ നിമിഷങ്ങൾക്ക് ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവവചനം പഠിക്കുവാൻ, ധ്യാനിക്കുവാൻ അങ്ങ് നൽകിയ ഈ നിമിഷങ്ങൾക്കായി സ്തോത്രം. നാഥ, അങ്ങയുടെ നാമത്തിൽ ഈ പ്രിയ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ വൈവിധ്യമാർന്ന സാഹചര്യങ്ങളിൽ ഒരുപാട് വേദനകളിലൂടെ, പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോൾ നാഥ, അങ്ങ് നൽകുന്ന നിയോഗത്തിൽ നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിൽ അവർ യേശുവിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും അനുഭവിച്ചറിയട്ടെ. ഏറെ നാളുകളായി അവർ സഹിക്കുന്ന പാപത്തിൻ്റെ കുറ്റബോധത്തിൽ നിന്ന്, രോഗബന്ധനങ്ങളിൽ നിന്ന്, കുടുംബത്തെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ജയം നേടുവാൻ നാഥ അങ്ങ് നൽകുന്ന കൃപയിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവാകുന്ന സത്യ വെളിച്ചം അവരിൽ പ്രകാശിക്കട്ടെ, അവരുടെ കുടുംബത്തിൽ പ്രകാശിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിൽ തന്നെ ആ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഉയരത്തിലെ ദൈവം നൽകുന്ന നിയോഗത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ പ്രിയ മക്കളെ അനുഗ്രഹിക്കുന്നു. ദൈവം വലിയവ ചെയ്തിരിക്കാൻ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ സത്യവെളിച്ചമായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുവാൻ ഉയരത്തിലെ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. ഈ വചനങ്ങൾ നിങ്ങൾക്ക് സന്തോഷമായി എന്ന് പരിപൂർണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏതെങ്കിലും പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുകയോ ഈ താഴെ കാണുന്ന ടെലിഫോൺ നമ്പറിൽ ഞങ്ങൾ വിളിക്കുകയോ ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ അത്യുന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളിൽ ഉണ്ടാകട്ടെ. ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ വി.പി. ഫിലിപ്പ് എഴുതിയ പുസ്തകങ്ങൾക്ക് സന്ദർശിക്കുക മീഡിയ മിഷൻ, പാസ്റ്ററൽ റിസോഴ്സ് സെന്റർ, കുമ്പനാട്. കോൺടാക്ട് നമ്പർ 9446346360.